എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം എനിക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ മുമ്പിലേക്കും ബഹുമാനപ്പെട്ട മാതാപിതാക്കളുടെയും കുഞ്ഞുങ്ങളുടെയും സഹോദരി വർഗത്തിൻ്റെയും സഹോദരന്മാരുടെയും അടുത്തേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം വഴിവാതിൽ തുറന്നു തന്നതിന് ദൈവത്തിൻ്റെ സ്തുതിസ്തോത്രയാങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ മനോഹരമായ പ്രഭാതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, പ്രവൃത്തി ഇല്ലാത്ത പ്രസംഗം, പ്രവൃത്തിയില്ലാത്ത ജീവിതം. എത്രമാത്രം കഷ്ടവും നിഷ്ഠൂരവുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഭവനത്തിൽ വഴക്ക്, ചീത്തവിളി, അടിപിടി, രാക്ക്, അല്ല മാതാപിതാക്കൾ ജലം കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് ആഹാരം കൊടുക്കാതിരിക്കുക, അവരെ ദുഷിക്കുക, ഇതൊക്കെ ചെയ്തിട്ട് ആരാധനാലയത്തിലേക്ക് കടന്നു ചെന്ന് അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഏതെങ്കിലും ആരാധനാലയത്തിൽ കടന്നു പോകുന്ന മകൾ വ്യക്തി അവിടെ ചെന്നുമ്പോൾ അവൻ ഭക്തി കാണിക്കുക, മുട്ടിലെഴിയുക, നേർച്ചകളിടുക, കരഞ്ഞു വിളിക്കുക, അല്ലെങ്കിൽ അതുപോലെയുള്ള മത അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഏത് മതവുമായിക്കോട്ടെ, മതം പറയുന്നത് അനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലെ കഷ്ടതകൾ പലതും മാറി മറിഞ്ഞു പോകും എന്നുള്ളത് യാഥാർത്ഥ്യം, സത്യമാണ്. വീട്ടിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആരാധനാലയത്തിൽ ചെന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാട് ചെന്നിട്ട് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ചെന്ന ഉടനെ മറുഭാഷ വരിക, ആത്മാവിൽ നിറയുക. ഇതെന്തൊരു ആത്മാവാണ്, ഇതെന്തൊരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ നമ്മൾ ദേവാലയങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ മനുഷ്യവർഗത്തെ സ്നേഹിക്കാത്ത ദുഷ്ടന്മാരായ ആളുകൾ അവിടെ ചെന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചാൽ ഈശ്വരൻ കേൾക്കുമോ? മറ്റുള്ളവൻ്റെ സമ്പത്ത് കവർന്നെടുക്കുവാൻ പരിശ്രമിക്കുന്ന മനുഷ്യൻ ദേവാലയത്തിൽ ചെന്ന് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനായി ചെല്ലുമ്പോൾ അവന് അവിടെ ചെന്ന് കാണിക്കുന്ന ഭക്തി ശരിയായ ഭക്തിയാണോ എന്നുള്ളത് നാം ചിന്തിച്ചു നോക്കണം. ഹേ മനുഷ്യ, ഈ നല്ലവനായ മനുഷ്യ, ദുഷ്ടനായ മനുഷ്യ, നിൻ്റെ പ്രവർത്തനങ്ങൾ നിൻ്റെ ജീവിതം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നീ മനസ്സിലാക്കുക. ഇല്ല എങ്കിൽ ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട് എന്നുള്ളത് ഈ ലോകത്തിലും വരും ലോകത്തിലും ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അതനുസരിച്ച് നമുക്കത് കിട്ടും. മാതൃകയില്ലാത്ത ജീവിതങ്ങൾ കുടുംബത്തിൽ, നാട്ടിൽ, രാജ്യത്ത് അക്രമവും അനീതിയും നടത്തുവാനായിട്ട് പോകുന്ന മനുഷ്യ, അല്ലെ മനുഷ്യസ്നേഹി, അല്ലെ ദുരാഗ്രഹി, നിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കുന്നത് ഏറ്റവും യുക്തമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പാവപ്പെട്ടവന്, കഷ്ടപ്പെടുന്നവനെ സഹായിക്കുവാൻ മനസ്സില്ലാത്ത ജനതയെ, ദുഃഖം അനുഭവിക്കുന്നവരെ അല്പമെങ്കിലും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത സഹജീവികളെ ഈ സമയത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഈ ലോക ജീവിതം മനുഷ്യന് ഏതാണ്ട് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. അനേക വർഷം ജീവിച്ച് ഭൂമിയിൽ ജീവിച്ച് അവന് കഴിയാം എന്ന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ദുഃഖകരമാണ്, പ്രയാസമാണ്. അങ്ങനെ സാധിക്കുകയില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. നല്ലവരായ ആളുകൾ ഈ ലോകത്തിലുള്ള സകലതും ചപ്പും ചവറുമെന്നെണ്ണുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ യഥാർത്ഥ ഈശ്വരവിശ്വാസികൾ, ദൈവവിശ്വാസികൾ ഈ ലോകത്തിൽ ഒന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കും. ദുഷ്ടനത് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ദുഷ്ടൻ പിന്നെയും അവൻ കൂട്ടിവെച്ച് അവൻ സ്വത്ത് വർദ്ധിപ്പിച്ച് മറ്റുള്ളവരെ ചതിച്ച് കൊലയും കൊള്ളിവെപ്പും നടത്തി പിടിച്ചുപറിയും നടത്തി
സർക്കാരിനെയും ജനങ്ങളെയും മതത്തെയും കബളിപ്പിച്ചുകൊണ്ട് അവൻ സമ്പാദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഹേ മനുഷ്യ, നീ സമ്പാദിക്കുന്നത്, നീ ഉണ്ടാക്കുന്നത് നിലനിൽക്കത്തില്ല. നീ അവസാനം ദുഃഖത്തിലും കഷ്ടത്തിലും പ്രയാസത്തിലും കഴിഞ്ഞുകൂടണം എന്നുള്ളതാണ് ഈ ലോക ചരിത്രവും ദൈവ നിയമവും മനുഷ്യനും ഈശ്വര വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസവും അവർ പറയുന്നതും ഇതുതന്നെയാണ്. ഈശ്വര വിശ്വാസമില്ലാത്തവനും ജീവിക്കുന്നു, അവനും ആഹാരം കഴിക്കുന്നു, അവനും വളരുന്നു, അവൻ സമ്പാദിക്കുന്നു, ആരനുഭവിക്കുന്നു അറിയുന്നില്ല. യഥാർത്ഥ ദൈവഭക്തനായ മനുഷ്യൻ അവൻ സുഭിക്ഷമായി കിടന്നുറങ്ങുന്നു, സുഭിക്ഷമായി സന്തോഷിക്കുന്നു, സുഭിക്ഷമായി ആഹാരം കഴിക്കുന്നു. മറ്റുള്ളവന് ഇത് കാണുകയല്ലാതെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവൻ കൂട്ടിവയ്ക്കും. ആരെങ്കിലും അനുഭവിക്കുന്നതായ ഒരവസ്ഥാവിശേഷം, എത്രയും സ്നേഹമുള്ള ഭാര്യയോ കുടുംബക്കാരോ അവൻ്റെ മരണം വരെ നോക്കി നിൽക്കും. 24 മണിക്കൂർ അവൻ മരിച്ച 24 മണിക്കൂർ കഴിയുമ്പോൾ ഈ ശവം എവിടെയെങ്കിലും മറവ് ചെയ്തായിരുന്നെ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കും. കാരണം നാറ്റം വെച്ചോടെ. ജീവനുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സാഹചര്യമുള്ളപ്പോൾ ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ജനനന്മ അനുസരിച്ച് പ്രവർത്തിക്കുക, ജനങ്ങളെ സേവിക്കുക, ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അക്രമത്തിലും അനീതിയിലും അകപ്പെടാതെ നല്ല നടപ്പ് ഉണ്ടാക്കി ഭവനത്തിലും നാട്ടിലും രാജ്യത്തും ജനങ്ങളുടെ ഇടയിലും നാം ഇടപെടുന്ന മേഖലകളിലും നല്ല രീതിയിൽ തന്നെ ജീവിച്ചാൽ, പ്രവർത്തിച്ചാൽ മനുഷ്യൻ നമ്മളെ ഓർക്കും, ഈശ്വരൻ അല്ലെ ദൈവം നമ്മെ ഓർക്കും. അനുഗ്രഹങ്ങളുണ്ട്. ഇതല്ല എങ്കിൽ ആരും നമ്മളെ ഓർക്കത്തില്ല, എല്ലാവരും നമ്മളെ ദുഷിക്കും എന്നുള്ളത് ഈ പ്രഭാത സമയത്ത് ഞാൻ നിങ്ങളോട് പറയും. പുരോഹിതനായാലും മഹാപുരോഹിതനായാലും പണ്ഡിതനായാലും പാമരനായാലും മതസ്നേഹിയായാലും മതാനുഷ്ഠാനങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവനായാലും രാഷ്ട്രീയ നേതാവായാലും സാംസ്കാരിക പരിഷ്കർത്താവായാലും സാംസ്കാരിക നേതാവായാലും എല്ലാവരും ഈ ലോകത്ത് നിന്ന് കടന്നുപോയേ പറ്റൂ. അവനവൻ ചെയ്യുന്നതിൻ്റെ പ്രവൃത്തിയുടെ ഫലം അവൻ തന്നെ അനുഭവിക്കും. ഈ കാലഘട്ടത്തിലും വരും കാലഘട്ടം അനുഭവിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഭവനത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ നാട്ടിലെ മാതൃകയുള്ളവരായി ജീവിക്കുവാൻ നമ്മളെ പരിശ്രമിക്കാം. തെറ്റുകൾ ചെയ്യാതെ, ദുഷ്ടത പ്രവർത്തിക്കാതെ, നന്മ മാത്രം കുറച്ചെങ്കിലും ചെയ്തുകൊണ്ട്, കഴിവൊന്നും ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ പരിശ്രമിക്കുക. രാജ്യത്തെ സ്നേഹിക്കുക, ജനങ്ങളെ സ്നേഹിക്കുക, ഇതിലൊക്കെ ഉപരി ദൈവത്തെ സ്നേഹിക്കുക. എല്ലാവരും എല്ലാം ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാൽ മതിയാകുള്ളൂ. ഒരൊറ്റയാൾ പോലും സ്വസ്ഥമായി ജീവിക്കുകയില്ല എന്നുള്ളത് ലോകചരിത്രവും മതഗ്രന്ഥങ്ങളും തിരുവചനങ്ങളും നമ്മെ ഓർപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുവാൻ നാം തയ്യാറാകണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാൻ സാമൂഹ്യ പ്രവർത്തകൻ. എൻ്റെ ഫോൺ നമ്പർ 0916238290270. Thank you very much.